മധ്യനിരയിൽ നിന്ന് ഉയർന്നു വന്ന പന്തിനെ വലം കാലുകൊണ്ട് വരുതിയിലാക്കി ഇടത് കാൽ കൊണ്ടുള്ള കിടിലനൊരു ഷോട്ടിലൂടെ 37-കാരനായ ഒബാമയാങ് കഴിഞ്ഞ ദിവസം ഒരു ഗോൾ നേടി. ലാലിഗയിലേക്കുള്ള അയാളുടെ തിരിച്ചുവരവിനെ സമൂഹ മാധ്യമങ്ങളിൽ ആഘോഷമാക്കി. ഒബാമയാങ്ങിന്റെ ആ ഗോളിലൂടെ സൂപ്പർ ഡിപ്പോ വീണ്ടും ഫുട്ബോൾ ആരാധകരുടെ ഓർമ്മകളിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. ഇത് അവരുടെ കഥയാണ്. സ്പാനിഷ് ഫുട്ബോളിന്റെ ചരിത്രത്തിൽ റയൽ മാഡ്രിഡും ബാഴ്സലോണയും മാത്രം ഭരിച്ചിരുന്ന ഒരു കാലത്ത് അവരെയെല്ലാം തകർത്തുകൊണ്ട് യൂറോപ്പിനെ മുഴുവൻ ഞെട്ടിച്ച സൂപ്പർ ഡിപ്പോ എന്ന് ഫുട്ബോൾ ലോകം അത്ഭുതത്തോടെ വിളിച്ച ഡെപ്പോർട്ടിവോ ലാ കൊറൂണയുടെ കഥ. നേട്ടങ്ങളുടെ കൊടുമുടിയിൽ നിന്ന് മലവെള്ള പാച്ചിൽ കണക്കെ 3-ാം ഡിവിഷൻ ലീഗിലേക്ക് തരം താഴ്ത്തപ്പെട്ട ചാരമായെന്ന് കരുതിയവർക്ക് മുൻപിൽ പോരടിച്ചുയർന്നു വന്ന് ലാലിഗയിൽ റീ എൻട്രി നടത്തുന്ന പോരാളികളുടെ കഥ. നമുക്കല്പം പിന്നിലേക്ക് സഞ്ചരിക്കാം. 1990-കളുടെ തുടക്കം. അഗസ്റ്റോ ലെൻഡോയ്റോ എന്ന പ്രസിഡന്റിന്റെ ബുദ്ധിയിൽ വിരിഞ്ഞ വിപ്ലവമായിരുന്നു ഡെപ്പോർട്ടിവോ. ബ്രസീലിയൻ മാന്ത്രികൻ ബെബറ്റോയും മൗറോ സിൽവയും ടീമിലേക്ക് എത്തിയതോടെ അവർ ശരിക്കും ഒരു വൻമരമായി വളരുകയായിരുന്നു. 1999-2000 സീസൺ സ്പാനിഷ് ഫുട്ബോൾ ചരിത്രത്തിൽ തങ്കലിപികളാൽ കുറിക്കപ്പെട്ട വർഷം. റയലിനെയും ബാഴ്സയെയും പിന്നിലാക്കി ഡെപ്പോർട്ടിവോ അവരുടെ ആദ്യ ലാലിഗ കിരീടം സ്വന്തമാക്കി. ആ സീസണിൽ അത്ഭുതകരമായ മറ്റു പലതും സംഭവിച്ചിരുന്നു. ലാലിഗയിൽ റയൽ മാഡ്രിഡ് അവരുടെ ഏറ്റവും മോശം പ്രകടനം നടത്തിയ സീസൺ. 5-ാം സ്ഥാനത്താണ് അന്നവർ ഫിനിഷ് ചെയ്തത്. അത്ലറ്റിക്കോ മാഡ്രിഡ്, സെവിയ, റയൽ ബെറ്റിസ് എന്നീ 3 മുൻ ചാമ്പ്യന്മാർ അന്ന് ലാലിഗയിൽ നിന്ന് തരം താഴ്ത്തപ്പെട്ടു. തീർന്നില്ല വിസ്മയങ്ങൾ. ലാലിഗയുടെ 69-ാമത് സീസൺ ആയിരുന്നു അത്. ഡെപ്പോർട്ടിവോ ജേതാക്കളായത് 69 പോയിന്റ് നേടിക്കൊണ്ട്. ലാലിഗ ജേതാക്കൾ നേടുന്ന ഏറ്റവും കുറഞ്ഞ പോയിന്റും അതാണ്. 2004 ഏപ്രിൽ 8-ന് കരുത്തരായ AC മിലാനെ ചാമ്പ്യൻസ് ലീഗ് ക്വാർട്ടർ ഫൈനലിന്റെ 2-ാം പാദത്തിൽ 4-0 തരിപ്പണമാക്കിയ സൂപ്പർ ഡിപ്പോയെ ആരാധകർ അത്ര എളുപ്പം മറന്നുകളയില്ല. ആദ്യ പാദത്തിൽ 4-1 പരാജയപ്പെട്ട ഡെപ്പോർട്ടിവോ അവിസ്മരണീയമായ തിരിച്ചുവരവ് നടത്തുമെന്ന് അക്കാലത്ത് ആരെങ്കിലും പറഞ്ഞാൽ അയാളെ എല്ലാവരും പരിഹസിക്കുമായിരുന്നു. കഫുവും നെസ്റ്റയും മാൽഡിനിയും ഉൾപ്പെട്ട പ്രതിരോധം, ഗോൾമുഖത്ത് ദിദയും പിർലയും ഗട്ടൂസയും കക്കയും നിറഞ്ഞു നിൽക്കുന്ന മധ്യനിര, ഷെവ്ചെങ്കോയും ഇൻസാഗിയും റോയി കോസ്റ്റയും ഉൾപ്പെട്ട മുന്നേറ്റ നിര. ഇവർക്കെതിരെയാണ് അന്ന് സൂപ്പർ ഡിപ്പോ സംഘം എതിരില്ലാത്ത 4 ഗോളുകൾക്ക് വിജയിച്ചത്. പിന്നെ എങ്ങനെ യൂറോപ്പ് ഞെട്ടാതിരിക്കും? എന്നാൽ ഏതൊരു സുവർണ കാലത്തിലും ഒരു അവസാനമുണ്ട്. അമിതമായ സാമ്പത്തിക കടങ്ങളും തെറ്റായ കളിക്കാരെ വാങ്ങിയതും ഡെപ്പോർട്ടിവോയെ പതുക്കെ കടക്കണിയിലാക്കി. പ്രധാന താരങ്ങളെല്ലാം ഓരോരുത്തരായി ടീം വിട്ടു. അങ്ങനെ 2011-ൽ അവർ ലാലിഗയിൽ നിന്ന് ആദ്യമായി തരം താഴ്ത്തപ്പെട്ടു. അതിനുശേഷം കയറ്റങ്ങളും ഇറക്കങ്ങളും നിറഞ്ഞ വർഷങ്ങൾ. എന്നാൽ യഥാർത്ഥ ദുരന്തം വരാനിരിക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. 2020-ൽ സ്പെയിനിലെ 3-ാം ഡിവിഷൻ ലീഗിലേക്ക് പോലും ഡിപ്പോ തരം താഴ്ത്തപ്പെട്ടു. മുമ്പ് റയൽ മാഡ്രിഡിനെയും AC മിലാനെയും വിറപ്പിച്ചിട്ടുള്ള ക്ലബ്ബ് സ്പെയിനിലെ ചെറിയ ഗ്രാമങ്ങളിലെ ക്ലബ്ബുകളുടെ ബി ടീമുകളോട് കളിക്കേണ്ട അവസ്ഥയിലെത്തി. പണം തീർന്നു, പ്രതീക്ഷകൾ അസ്തമിച്ചു. എന്നാൽ ഒന്ന് മാത്രം അവരുടെ പക്കൽ ബാക്കിയുണ്ടായിരുന്നു: അവരുടെ ആരാധകർ. ലോകത്തെ ഭൂരിഭാഗം ക്ലബ്ബുകളും 3-ാം ഡിവിഷനിലേക്ക് പോയാൽ കാണികൾ കുറയും. എന്നാൽ ഡെപ്പോർട്ടിവോയുടെ കാര്യത്തിൽ സംഭവിച്ചത് മറിച്ചാണ്. റിയാസോർ സ്റ്റേഡിയത്തിൽ 3-ാം ഡിവിഷൻ മത്സരങ്ങൾ കാണുവാൻ പോലും 30,000-നടുത്ത ആളുകളാണ് ഒഴുകിയെത്തിയത്. അബാങ്ക ബാങ്ക് ക്ലബിന്റെ സാമ്പത്തിക ബാധ്യതകൾ ഏറ്റെടുക്കുകയും യുവതാരങ്ങൾക്ക് പ്രാധാന്യം നൽകുന്ന ഒരു പുതിയ ഫുട്ബോൾ പ്രൊജക്ട് ആവിഷ്കരിക്കുകയും ചെയ്തു. അക്കാദമിയിൽ നിന്നുള്ള കളിക്കാരും ക്ലബിനോട് കൂറുപുലർത്തിയ പരിചയസമ്പന്നരും ഒന്നിച്ചതോടെ ഒരു പുതിയ വിപ്ലവം അവിടെ ജനിക്കുകയായിരുന്നു. വർഷങ്ങളുടെ കണ്ണീരിനും കാത്തിരിപ്പിനും ഒടുവിൽ ആ ദിനം വന്നു ചേർന്നു. ഓരോ മത്സരവും ഒരു ഫൈനൽ പോലെ കളിച്ച ഡെപ്പോർട്ടിവോ സെഗുണ്ട ഡിവിഷനിൽ തങ്ങളുടെ ആധിപത്യം ഉറപ്പിച്ചു. റഫറിയുടെ അവസാന വിസിൽ മുഴങ്ങിയപ്പോൾ റിയാസോർ സ്റ്റേഡിയവും ലാ കൊറൂണ നഗരവും കണ്ണീരിൽ കുതിർന്നു. അത് നിരാശയുടെ കണ്ണീരായിരുന്നില്ല, പ്രൗഢമായ ചരിത്രത്തിന്റെ തിരിച്ചുവരവിന്റെ സന്തോഷമായിരുന്നു. 8 വർഷത്തെ നീണ്ട കാത്തിരിപ്പിന് ശേഷം ഡെപ്പോർട്ടിവോ ലാ കൊറൂണ വീണ്ടും ലാലിഗയിലേക്ക് പ്രൊമോട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു. വീണു പോയേക്കാം, എന്നാൽ തകർന്നടിയാൻ ഞങ്ങൾ തയ്യാറല്ല എന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞ ചരിത്രമാണ് ഡെപ്പോർട്ടിവോയുടേത്. ലാലിഗയിൽ ആദ്യ മത്സരത്തിൽ എൽച്ചയോട് 1-1 സമനില നേടി. ഇത്തവണ ലാലിഗയിൽ ഡെപ്പോർട്ടിവോയ്ക്ക് പഴയ പ്രതാപം വീണ്ടെടുക്കുവാൻ സാധിക്കുമോ എന്നതാണ്
ഫുട്ബോൾ ലോകം ഉറ്റുനോക്കുന്നത്. കാര്യങ്ങൾ അത്ര എളുപ്പമല്ലെങ്കിലും സൂപ്പർ ഡിപ്പോ പതിയെ പഴയ പ്രതാപം വീണ്ടെടുക്കുമെന്ന് തന്നെ കരുതാം.